നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്യുകയാണ്. അതും നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് നൈറ്റി മെറ്റീരിയൽ. അതുപോലെ തന്നെ നമ്മൾ വിത്ത് ലൈനിങ് ആണ് ചെയ്യുന്നത്, കോട്ടൺ ലൈനിങ്ങുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈനിങ്ങിൽ അളവെല്ലാം എടുത്ത് അത് കട്ട് ചെയ്തിട്ട് മാത്രമേ നല്ല തുണിയിൽ വെച്ച് തയ്ക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് അല്ലേ വിലക്കുറവാണ്, നമുക്ക് വീണ്ടും അത് മാറ്റി വാങ്ങാവുന്നതാണ്. അതേസമയം നല്ല തുണിയിലാകുമ്പോൾ നമുക്കത് ആ ഒരു തുണി വീണ്ടും നമ്മൾ കടയിൽ ചെന്ന് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് അടയാളപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ ലൈനിങ് നമ്മൾ 4ആയിട്ട് മടക്കിയിടണം. മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ വരുന്ന ഭാഗം ഏറ്റവും മുകളിൽ, അതായത് ഷോൾഡർ വരുന്ന ഭാഗത്താണ് വരേണ്ടത്. ഇവിടെ നമ്മൾ തയ്ക്കാൻ പോകുന്ന ടോപ്പിൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ 36 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ നമ്മളിവിടെ 36 ഇഞ്ചിന് 7 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ചിൽ നിന്ന് നേരെ അടിഭാഗത്തോട്ട് നമ്മൾ കൈക്കുഴിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 36 ഇഞ്ചിനൊക്കെ കൈക്കുഴി 6.5 ഇഞ്ച് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്ന ചെസ്റ്റ് അളവാണ്, അഥവാ നെഞ്ചളവാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ, 34 ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കണം. അതുപോലെ തന്നെ 36 ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഹരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണി 4ആയിട്ടല്ലേ മടക്കിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ചെസ്റ്റ് അളവിനെ 4ആയിട്ട് ഹരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 9 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാനൊരു 2 ഇഞ്ചും കൂടി ഇടുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ല ഭാവിയിൽ നമ്മൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അതുപോലെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ 2 ഇഞ്ച് ഇടുന്നത്. അപ്പോൾ തുണി നിങ്ങൾക്ക് കുറവാണ് 1 ഇഞ്ച് ഇട്ടും സ്റ്റിച്ച് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കർവ് സ്കെയിൽ ഉപയോഗിച്ചോ ഇല്ലേ സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ക്കുന്നത്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കത് കുഴിച്ച് വരയ്ക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ കഴുത്തിൻ്റെ വിരിവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ വിരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കഴുത്തിൻ്റെ വിരിവ് 4 കൊടുക്കുന്നത്. ചിലർ 3 അതുപോലെ തന്നെ 3.5 ഇഞ്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് 4 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഏകദേശം ബോട്ട് ഷേപ്പാണ് ഞാനിവിടെ നെക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഇറക്കത്തിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്താൽ മതി, നിങ്ങളുടെ കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ വിരിവൊക്കെ. ഇനി അടുത്ത നമ്മൾ മാർക്ക് ചെയ്യുന്ന ഷേപ്പ് അളവാണ്. അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടം വരെയുള്ള അളവാണ് നമ്മൾ ഷേപ്പ് ലൈൻ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ എടുത്തേക്കുന്നത് 13 ഇഞ്ചാണ്. ചിലരത് 13.5 ഇല്ലെങ്കിൽ 12, 12.5 അതായത് ഹൈറ്റ് അനുസരിച്ച് മാറും. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 13 വെച്ചേക്കുന്നത്. അപ്പോൾ അവിടുത്തെ വണ്ണം എത്രയാണോ നമ്മൾ ചെസ്റ്റ് അളവിൽ ചെയ്ത പോലെ തന്നെ 4ആയിട്ട് ഹരിച്ചതിന് ശേഷം എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലിറ്റിൻ്റെ ഇറക്കമാണ്. സ്ലിറ്റിൻ്റെ ഇറക്കം ഞാനിവിടെ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതും ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പം ചിലർക്ക് 18 ഇഞ്ച് 16 ഇഞ്ചൊക്കെ മതിയായിരിക്കും. അപ്പം നമ്മളിവിടെ 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എവിടം വരെയാണ് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ വേസ്റ്റ് അളവില്ല, അതിൻ്റെ ചുറ്റളവ് നമ്മൾ എടുക്കണം. ചുറ്റളവ് നമുക്കിവിടെ എടുത്തപ്പോൾ കിട്ടിയേക്കുന്നത് 38 ഇഞ്ചാണ്. 38 ഇഞ്ചിനെ 4ആയിട്ട് നമുക്ക് ഹരിച്ചപ്പം 9.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ സ്ലിറ്റിൻ്റെ വിരിവാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലിറ്റിൻ്റെ വിരിവ് ഞാൻ പറഞ്ഞായിരുന്നു തുണി 4ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മാർക്ക് ചെയ്യുന്ന 13 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ വരുമ്പോഴത്തേക്ക് 52 ഇഞ്ചാണ് നമുക്ക് വിരിവ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനെ 4ആയിട്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് 13 ഇഞ്ചായിട്ട് കിട്ടി. ഇനി നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ സ്ലിറ്റിന് മാർക്ക് ചെയ്തുള്ള 1.5 ഇഞ്ച് കൂടുതൽ ആ ഒരു ഭാഗത്തുനിന്ന് ചെരിച്ച് നമ്മൾ അടിഭാഗത്ത് നമ്മൾ സ്ലിറ്റിൻ്റെ വിരിവ് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തിയ ലൈൻ എല്ലാം കൂടെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ എടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലൈൻസ് കൃത്യമായിട്ട് വരയ്ക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ നല്ല തുണിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി
കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിങ്ങിൽ തന്നെ നമുക്കത് തീർക്കാം. നല്ല തുണിയിൽ നമുക്ക് വേസ്റ്റ് ആകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇനി നല്ല തുണിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നെക്ക് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവായതുകൊണ്ടാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് കളയുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 പീസ് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരേ ഇറക്കമാണല്ലോ വെക്കുന്നത്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്കത് നല്ല തുണിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ നല്ല തുണീനെക്കാട്ടിലും ലൈനിങ്ങിന് എപ്പോഴും ഒരു 4 ഇഞ്ച് ഇല്ലേ 3 ഇഞ്ച് ഇറക്കം കുറവായിരിക്കണം. കാരണം രണ്ടും ഒരേ അളവിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് കാണാൻ ഭംഗി കാണത്തില്ല. അതുകൊണ്ട് ലൈനിങ്ങിനെക്കാട്ടിലും നമ്മുടെ നല്ല തുണിക്ക് 4 ഇഞ്ച് ഇറക്കം കൂടുതൽ, അഥവാ നല്ല തുണീനെക്കാട്ടിലും ലൈനിങ്ങിന് 4 ഇഞ്ചോ 3 ഇഞ്ചോ ഇറക്കം കുറവായിരിക്കണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ലൈനിങ്ങെ കട്ട് ചെയ്തതിന് ശേഷം നല്ല തുണിയിൽ വെച്ച് കട്ട് ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ വീണ്ടും ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ചാടിക്കയറി ലൈനിങ്ങിൻ്റെ അളവിന് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം കുറഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കത്തിൽ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ നമ്മൾ ടോട്ടൽ ഇറക്കം മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ നല്ല തുണിയിൽ നമ്മൾ ടോട്ടൽ ഇറക്കം 48 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈനിങ്ങെ വരുമ്പോഴത്തേക്ക് ഏകദേശം 44 ഇല്ലേ 45 ഇറക്കം മതിയായിരിക്കും. ഇനി നമ്മൾ ലൈനിങ് തുണി കൊണ്ടുവച്ച് അതിൻ്റെ മുകളിൽ 4ആയിട്ട് മടക്കിയതിന് ശേഷം ആകട്ടോ നമ്മളെല്ലാം കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ലൈനിങ് നല്ല തുണിയുടെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പം നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വിരിവില്ലാത്ത തുണിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ലീവിന് ഇറക്കം കിട്ടത്തില്ല. പൊതുവെ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് തീരെ ഇറക്കം കുറഞ്ഞായിരിക്കും നമുക്ക് സ്ലീവ് കിട്ടുന്നത്. അതായത് നമുക്ക് ഹാഫ് സ്ലീവ് ഒന്നും കിട്ടത്തില്ലെന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിച്ചം വന്ന തുണിയാണിത്. ഈ ഒരു തുണിയുടെ അളവിന് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ സ്ലീവ് ഞാനിവിടെ ചെറിയൊരു പ്ലീറ്റഡ് പോലുള്ളൊരു പഫ് സ്ലീവാണ് വെക്കുന്നത്. അതായത് ഒരുപാട് പഫും വരുന്നില്ല, എന്നാൽ നമുക്കിവിടെ ഞൊറിവും വെച്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4ആയിട്ടാണ് തുണി മടക്കിയിട്ടേക്കുന്നത്. അതിൽ ഉള്ളത്രയും വിരിവിൽ നമ്മൾ ആ തുണി വേസ്റ്റ് ആക്കാതെ കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറക്കവും അതുപോലെ നമ്മൾ വേസ്റ്റ് ആക്കാതെ തന്നെ എടുക്കുന്നുണ്ട്. തുണിയുടെ വിരിവ് നമ്മളിവിടെ 4ആയിട്ട് മടക്കിയിട്ടപ്പോൾ 16 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ 16 ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യം നമ്മളത് മുകളിൽ നിന്ന് അടിഭാഗത്ത് വരെ 16 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു 3 ഇഞ്ച് അടിഭാഗത്തോട്ട് മാർക്ക് ചെയ്യണം. കാരണം അത് കൈക്കുഴി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ 3 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് 3 ഇഞ്ച് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം 3 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് നമ്മൾ ഒരു ലൈൻ കൊടുക്കണം. ആ ലൈനിൽ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ അതിൻ്റെ നേർപകുതി അളവ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ഭാഗം കുഴിച്ച് വരയ്ക്കണം. അതായത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം ഒരു സൈഡ് കുഴിച്ചും മറു സൈഡ് ഈ ഒരു രീതിയിൽ കയറ്റി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി കൈയുടെ അടിഭാഗത്തെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കൈയുടെ അടിഭാഗത്തെ വണ്ണം നമ്മൾ ടോട്ടൽ മുകളിൽ 16 വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടിഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 13 ഇഞ്ച് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം അടിഭാഗത്ത് നമുക്ക് ഒരുപാട് തുണിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് 13 ഇഞ്ച്. എങ്കിലും നമ്മളവിടെ ഞൊറി വിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് 13 ഇഞ്ച് കൊടുക്കുന്നത്. അതിനുശേഷം ആ 13 ഇഞ്ചിലോട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത 16 നിന്നുള്ള പോയിന്റിൽ അതുപോലെ അതിൽ നിന്ന് ചെരിച്ച് നമ്മൾ ആ 13 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വരച്ച ചോക്കിന് തീരെ കളറില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ വരച്ച ആ ലൈനിൽ കൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ലീവിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നീളത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അളവിൽ തുണി കിട്ടിയേക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒരു പടിയും കൂടെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് തീരെ ചെറിയ സ്ലീവ് വെച്ച് എനിക്കിടുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഇറക്കത്ത് കിട്ടാനായിട്ട് ചെറിയൊരു പടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അളവിൽ പടി വരുന്ന രീതിയിൽ, അതായത് ഉള്ള തുണി വെച്ച് എങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഇറക്കത്തിൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ പടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പടി നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവിന് ഞൊറിവ് വെക്കുന്നുണ്ട്. അപ്പം ഞൊറിവ് എടുത്ത് നമ്മൾ തയ്ച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ അടിഭാഗത്തെ പടി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടാവുന്നതാണ്.